നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമൽ പറ. നാളത്തെ പരിപാടിക്ക് ഒരു മാറ്റമില്ല. ഈവനിംഗ് ഫ്ലൈറ്റിൽ നമ്മൾ മുംബൈക്ക് പറക്കും. പിന്നെ നീ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയേ തിരിച്ചു വരൂ. എല്ലാം സെറ്റല്ലേ? എല്ലാം ഓക്കെ. നാളെ രാവിലെ ഓർണമെന്റ്സ് എടുത്ത് ഞാൻ ഉച്ചയോടെ എയർപോർട്ടിലെത്തും. എനിക്കറിയാം, എന്നാലും നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ ശിവാനി. പിന്നെ ഞാൻ മുങ്ങിയാലും അതിന് തൊട്ടു മുൻപ് നിധിക്കിട്ടൊരു പണി കൂടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. നിധിയും ഗൗതമും കൂടി എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അത് ശരിയാമല്ലേ? ഗൗതമിന് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാൻ ഒളിച്ചോടിയ വേക്കൻസിയിൽ അവള് കയറി പറ്റാതിരിക്കാൻ ഞാനൊരു പണി അവൾക്കിട്ട് കൊടുക്കും. ഗൗതം ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. ആ നിധിക്കിട്ട് നീ ഒരു പാര വെക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആട്ടെ, എന്താ നിന്റെ പ്ലാൻ? കൊള്ളാ ശിവാനി, നിന്റെ പ്ലാൻ സൂപ്പർ. ഇതോടെ ഗൗതം നിധിയെ വെറുക്കും. യെസ്, അത് തന്നെ എന്റെ ലക്ഷ്യം. ഞാൻ ഗൗതമിനെ തേച്ചാലും അവൾക്ക് അയാളെ കിട്ടാൻ പാടില്ല. ഓക്കെ, നമുക്ക് നാളെ നേരിട്ട് കാണാം ശിവാനി. ബൈ. ഓക്കെ, ബൈഡാ. എന്തൊരു ക്രിമിനൽ മൈൻഡാടാ ശിവാനിക്ക്. ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. നാളെ ഇവളെ ഇറങ്ങി വരുമെന്ന് എന്താ ഉറപ്പ്? വരും, തീർച്ച. അങ്ങനെ വിശ്വസിക്കണ്ട. അവളെ സ്വന്തം കസിനായ നിധിയോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദ്രോഹം നീ കേട്ടില്ലേ? അങ്ങനെ ഉള്ളവൾക്ക് നിന്നോടൊന്നും ഒരു സെന്റിമെന്റ്സും കാണത്തില്ല. അവസാന നിമിഷം അവൾ ചിലപ്പോൾ കാല് മാറും. നാളെ അവൾ വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്കറിയാം. എന്നെ അവളൊരിക്കൽ തേച്ചതാ. അതുപോലെ നാളെ അവൾ ഗൗതമിനെ തേച്ച് അയാളുടെ വീട്ടുകാരെടുത്ത മുഴുവൻ ആഭരണങ്ങളുമായി അവൾ എയർപോർട്ടിലെത്തും. ഇല്ലെങ്കിൽ അതോടെ അവൾ തീർന്നു. അയ്യോ, എടാ 7-ാം തീയതി എന്റെ കല്യാണമാ. കല്യാണത്തിന് ഞാൻ എങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കുക? എടാ, എന്തായാലും ഇവിടെ എന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഞാൻ വരാം. നീ 6-ാം തീയതിക്ക് എന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിവാഹം കഴിച്ച് ഭർത്താവിന്റെ കുടുംബത്തിന്റെ അടിമയായിട്ട് കഴിയാൻ എനിക്ക് വയ്യ. അടയ്ക്കുന്നത് സ്വർണം കൊണ്ടുള്ള കൂട്ടിലായാലും തടവ് തന്നെയാ. നീ ആരെ വീഡിയോ കോൾ വിളിച്ചത്? ഞാൻ പലരെയും വിളിച്ചെന്നിരിക്കും. ആന്റി എന്തിനാ അതിലൊക്കെ തലയിടുന്നേ? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന കണ്ട തിരുത്തേണ്ടത് എന്റെ കടമയല്ലേ? ഈ വിവാഹം നീ കാരണം മുടങ്ങരുത്. മുടങ്ങിയ ഏട്ടന് ഒരുപാട് വേദനിക്കും. അമ്മ, ദാ ഈ മരുന്നുകൾ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ്. രാവിലെ ആവുമ്പോഴേക്കും അമ്മയുടെ അസുഖമൊക്കെ പമ്പ കിടക്കും. കഴിക്ക്. നാളെയാണ് 6-ാം തീയതി. അതിലെന്താ പ്രത്യേകത? നീ തന്നെ പറ. ആസ് യൂഷ്വൽ ഒരു ദിവസം. മറ്റന്നാൾ 7-ാം തീയതി ശിവാനിയുടെ കല്യാണം. അതിന്റെ തിരക്കുകളൊക്കെ നാളെ ഉണ്ടാവും. അതല്ലാതെ എന്ത് പ്രത്യേകത? നാളെയാണ് ദൈവം അവന്റെ നീതി നടപ്പാക്കുന്നത്. എന്ത് നീതി? അതൊക്കെ എല്ലാവരും കണ്ടു തന്നെ അറിഞ്ഞാ മതി. എന്താ അമ്മേ?
എന്താ കാര്യം? എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ അമ്മ ഒന്ന് പറയ്. നീ ടെൻഷനൊന്നും അടിക്കണ്ട മോളെ, എല്ലാം നന്നായേ വരൂ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അസുഖം വന്ന് ഞാൻ പിച്ചും പേയും പറയുന്നതല്ല മോളെ. കുറച്ച് രഹസ്യങ്ങൾ ഈ അമ്മയുടെ മനസ്സിലിരിക്കട്ടെ. മോള് പോയി കിടന്നോ, ഞാനും കിടക്ക. സൂക്ഷിച്ചു. അമ്മ എന്ത് രഹസ്യമാണ് ഒളിപ്പിക്കുന്നത്? ഇവൻ ഇവിടുന്ന് മാറിയാലേ നിധിയുടെ റൂമിൽ കയറി ഓർണമെന്റ്സ് എടുക്കാൻ പറ്റൂ. എങ്കിലേ ഈവനിങ് ഫ്ലൈറ്റിൽ അമലിന്റെ കൂടെ പോകാൻ പറ്റൂ. അമ്മ എന്തിനാ എന്റെ ഡ്രസ് എടുക്കുന്നേ? അലക്കാൻ. ഇന്നത്തെ വെയിലിന് തന്നെ മുഴുവൻ ഉണക്കിയെടുക്കണം. കല്യാണം കഴിഞ്ഞ് നിനക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ടതല്ലേ? വയ്യാതിരിക്കുന്ന അമ്മ എന്റെ ഡ്രസ് അലക്കണ്ട, ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലടാ. നീ വല്ലതിരുന്ന് പഠിക്കേ, അതാ എനിക്ക് സന്തോഷം. എടാ, നീയും കൂടെ ചെന്ന് ആന്റിയെ സഹായിക്ക്. അസുഖം കൂടിയാ ചടങ്ങും കൂടെ മുടങ്ങും. ഒരു കുഴപ്പവും വരില്ല, നീ എന്റെ പാട് നോക്കി പോയേ. നിഖിൽ, ഇവളുടെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ദാ ചായ കുടിക്ക. അമ്മ തുണിയും ബക്കറ്റും എടുത്ത് അലക്കലിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പോയി അലക്കി കൊടുത്തില്ലെങ്കിലേ ഉടനെ ശ്വാസം മുട്ടല് തുടങ്ങും. ചേച്ചി വേഗം ചെല്ല്. ആ ശരി, നീ കുടിച്ചോ. ആ, ആന്റി നിധിയും ഔട്ട്. ഇനി നിഖിലിനെ എങ്ങനെയെങ്കിലും ക്ലീൻ ബൗൾഡ് ആക്കണം. ചേച്ചി ഇതില് മധുരം ഇട്ടില്ലേ? ഡാ, മധുരം കുറവാണെങ്കിൽ പോയി ഇട്ട് കുടിക്കണ ചെറുക്ക. ഓ, ഇട്ടോളാ. അതിന് നിന്റെ ഉദ്ദേശമൊന്നും വേണ്ട. ആ, ആ ശല്യം പോയി. എന്റെ പ്രിയപ്പെട്ട ആഭരണങ്ങളെ നിങ്ങളെ മുംബൈക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ മുതലാളി ഇതാ വരുന്നു. കൂട്ടി വെച്ചിരിക്ക. പക്ഷെ നീ താക്കോല് വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഇതെവിടെ പോയി? അയ്യോ, പേരും കള്ളി കീ ഇവിടുന്ന് മാറ്റി വെച്ചു. ഇവിടെയൊക്കെ എങ്ങനെ വിശ്വസിക്കുക?